കടലും കലയും കച്ചവടവും സമ്മേളിക്കുന്ന ഒരു നഗരം. സാഹിത്യോത്സവങ്ങൾക്കും സമ്മേളനങ്ങൾക്കും വേദിയാകുന്ന കടപ്പുറം. എന്തിനും കൂടെ നിൽക്കുന്ന സഹൃദയന്മാർ. പരദേശികളാൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന് പേരുകേട്ട കോഴിക്കോട് ഇനി അറിയപ്പെടുക സ്വരവ്യഞ്ജനങ്ങളുടെ നഗരം എന്നായിരിക്കും. ഒക്ടോബർ 31 കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാഹിത്യ നഗരം. ആതിഥ്യമര്യാദയുടെയും മതസാഹോദര്യത്തിൻ്റെയും കലാകാരന്മാരുടെയും അക്ഷരസ്നേഹികളുടെയും കോഴിക്കോട്. ആ കോഴിക്കോടിൻ്റെ സാഹിത്യ പെരുമ വാനോളമുയർത്തുന്നു ഈ അംഗീകാരം. സാഹിത്യ പൈതൃകം, വായനശാലകൾ, പ്രസാധകർ, സാഹിത്യോത്സവങ്ങൾ, എഴുത്തുകാർ എന്നിവ പരിഗണിച്ചാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരം എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുത്തത്. ഇതിനു വേണ്ടിയിട്ട് 2004 മുതൽ യുനെസ്കോ തുടങ്ങിയ UCCN യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന ഒരു സംഘടനയിൽ വിവിധ വിഭാഗങ്ങൾ, സംഗീതം, സാഹിത്യം, അതുപോലെ ഫോക്ക് ആർട്ട്, ഡിസൈൻ, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മൾ ഗാസ്ട്രോണമി എന്നാ പറയുക, അതുപോലെ നമ്മുടെ മീഡിയ, ഇതെല്ലാം ഇങ്ങനെ 7 വിഭാഗങ്ങളിലായിട്ട് നഗരങ്ങൾക്ക് യുനെസ്കോ നേരിട്ട് ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ മികവ് തെളിയിച്ചവർക്ക് യുനെസ്കോയെ അത് സത്യസന്ധമായി ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർ ആ ആ ഒരു പദവി, യുനെസ്കോയുടെ ക്രിയേറ്റീവ് നഗരം എന്ന പദവി അവർ കൊടുക്കും. അങ്ങനെയാണ് കോഴിക്കോടിന് ഇത് കിട്ടിയത്. നമ്മളെ സഹായിക്കാനായി കില എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. മേയറുടെ SDG ഫെലോസ് എന്ന രീതിയിൽ വിവിധ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ പ്രാഗ് യൂണിവേഴ്സിറ്റി, സെപ്റ്റ് യൂണിവേഴ്സിറ്റി, അവിടെ അതുപോലെ നമ്മുടെ കോഴിക്കോട് NIT, ഇവിടെ നിന്നൊക്കെ വിദ്യാർത്ഥികൾ നമുക്ക് ഇന്റേൺഷിപ്പിൽ നമ്മുടെ കൂടെ വരികയും പഠിച്ചു കഴിഞ്ഞവർ വരികയും അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി നമുക്ക് വളരെ നല്ല ഒരു ഡോക്യുമെൻ്റ് 2023 ജൂൺ 29 സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. നാഗരികത ഉണ്ടാക്കുന്ന അപജയത്തിലേക്ക്, സാംസ്കാരിക അപജയത്തിലേക്ക് വഴുതിപ്പോകാതെ നഗരങ്ങളെ തിരിച്ചു പിടിക്കാനും സാംസ്കാരിക ഉന്നതിയിൽ നിന്ന് അവരുടെ ജീവിതത്തിലും രാജ്യത്തും സുഖവും സമാധാനവും വരുത്താനും വേണ്ടി എന്നതാണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. 2022 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില ഈ ആശയം മുന്നോട്ട് വെച്ചതോടെയാണ് കോഴിക്കോട് സാഹിത്യ നഗരമാകാനുള്ള യാത്ര ആരംഭിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ അതിവേഗം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സഹായത്തിനായി ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് സർവകലാശാലയെ സമീപിച്ചു. 2014 സിറ്റി ഓഫ് ലിറ്ററേച്ചർ പട്ടം ലഭിച്ച ആദ്യത്തെ നഗരമാണ് പ്രാഗ്. ഇത് കോഴിക്കോടിൻ്റെ അഭിലാഷങ്ങൾക്ക് വിലപ്പെട്ട ഒരു വിഭവമായി മാറി. പ്രാദേശികമായ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് ഈ ഓരോ നഗരങ്ങളിലും തനതായ ഒരു സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനും അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു കില ഇങ്ങനെ 6 വിഷയങ്ങൾ ഓരോ നഗരത്തിൻ്റെ സാധ്യതകളായിട്ട് പരിശോധിച്ചു തുടങ്ങിയത്. അപ്പോൾ തിരുവനന്തപുരം സമാധാനത്തിൻ്റെ നഗരം എന്ന രീതിയിൽ കേരളത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള തിരുവനന്തപുരത്ത് എന്തൊക്കെ സാധ്യതകൾ സമാധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീസ് ആൻഡ് ഡിപ്ലോമസി, പീസ് ആൻഡ് ഇക്കണോമി, അതുപോലെയുള്ള പീസ് ടെക്നോളജി, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ ഒരു സാധ്യതയെ അന്വേഷിക്കും. കൊല്ലത്തേക്ക് വന്നപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാധ്യതയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ട് കൊല്ലത്തിന് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊരു സാധ്യത എടുത്തത്. തൃശ്ശൂരും എറണാകുളവും നമ്മൾ 2 വ്യത്യസ്ത തീമുകളായിട്ടുള്ള കൊച്ചിയിലേക്ക് നമ്മൾ ഡിസൈൻ എന്ന ആശയം എടുത്തു. അതുപോലെ തൃശ്ശൂരിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന 2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ആരോഗ്യ സർവകലാശാലയുള്ള തൃശ്ശൂരിൽ ഒരു യുനെസ്കോൻ്റെ ലേണിംഗ് സിറ്റി എന്ന അംഗീകാരം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് വായനശാലകളും പബ്ലിഷേഴ്സും അതുപോലെ തന്നെ റീഡിംഗ് കൾച്ചറുമുള്ള ഒരു വളരെയധികം സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ പരസ്പരം ബന്ധപ്പെട്ട് വായനയിലൂടെ രൂപപ്പെടുന്ന ഒരു സംസ്കാരത്തിനെ കുറിച്ച് താല്പര്യമെടുക്കുന്ന ഒരു നഗരവും അതിൻ്റെ ഒരുപാട് സാധ്യതകളും കണ്ടു. അങ്ങനെയാണ് സാഹിത്യ നഗരം എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഇവിടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നു. പിന്നെ ഒരുപാട് സ്വതന്ത്രമായ വായനശാലകളുണ്ട്. ഇതെല്ലാം കോഴിക്കോട് നഗരത്തിൻ്റെ സാധ്യതകളായിരുന്നു. കണ്ണൂരാവുമ്പോൾ ഫോക്ക് ആർട്സും ക്രാഫ്റ്റും എന്നുള്ള ഒരു സാധ്യത. ഇങ്ങനെ 6 വിഷയങ്ങൾ. അപ്പോൾ ഈ 6 വിഷയങ്ങളും 6 നഗരങ്ങളും
സ്വാഭാവികമായിട്ടും ഇവോൾവ് ചെയ്ത് വന്ന ചില ആശയങ്ങളാണ്. ഇതിൽ നമ്മൾ കാണുന്നത് അറിവ്, അതുപോലെ തന്നെ സർഗാത്മകത, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമുള്ള വിഭവങ്ങളാണ്, അതിനുള്ള റോ മെറ്റീരിയൽസ് ആണ്. അതിനെ ശരിയായ രീതിയിൽ പരിപോഷിപ്പിക്കുന്നത് വഴി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, നഗര സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മളിത് തുടങ്ങിയത്. ഈ സംസ്കാരത്തിനെ സംരക്ഷിക്കണമെങ്കിൽ സ്ഥാപനവൽക്കരിക്കുക എന്നുള്ളത് ഒരു സാധ്യതയാണ്. അതോടൊപ്പം തന്നെ അടുത്ത തലമുറയെ, ഇവിടെയുള്ള ചെറുപ്പക്കാരെയും അതുപോലെയുള്ള കുട്ടികളെയും ഇതിൻ്റെ ഭാഗമാക്കി നിലനിർത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ദീർഘകാല സാധ്യതയിലേക്ക് നമുക്ക് വഴി തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള കുട്ടികളുടെ കൗൺസിൽ, അത് തീർച്ചയായും നമ്മൾ എല്ലാ വർഷവും അതിനെ റിവൈവ് ചെയ്യുകയും അതിൽ നടത്തുകയും വേണം. കുട്ടികളുടെ കൗൺസിലൂടെ നമ്മൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഡൈവേഴ്സ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, ചിലത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, ചിലത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസാണ്, ചിലത് എഡ്യൂക്കേഷനിലാണ്, ചിലത് ലിറ്റററി പ്രോസസ്സാണ്, ചിലത് സംവാദങ്ങളും കോലായ കൾച്ചറുമാതിരിയുള്ള സംവാദങ്ങളെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കോഴിക്കോട് ലോകത്തെ ലിറ്റററി ടൂറിസത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഹബ്ബായി മാറ്റാൻ അടുത്ത 2-3 കൊല്ലം കൊണ്ട് നമുക്ക് കഴിയും. മികച്ച തുറമുഖം എന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കോഴിക്കോട് പേരെടുത്തിരുന്നു. സാമൂതിരിയുടെ ഭരണകാലത്ത് 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ചൈനീസ് സഞ്ചാരികൾ കോഴിക്കോട് വന്നെത്തിയിരുന്നു. പിന്നീട് 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമയുടെ വരവോടെ കോഴിക്കോട് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. അതേ പോർച്ചുഗലിൽ വച്ചു തന്നെ യുനെസ്കോയുടെ അംഗീകാരവും കോഴിക്കോടിന് കിട്ടി. ദശാബ്ദങ്ങൾക്കപ്പുറത്ത് അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയും ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയും പിറക്കുന്നതിനു മുൻപ് തന്നെ വടക്കൻ പാട്ടായും ഞാട്ടിപ്പാട്ടായും കൊയ്ത്തുപാട്ടായും മലബാറിൻ്റെ മിശ്രിത സംസ്കാരം കോഴിക്കോടൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ സാമൂഹ്യ, സാഹിത്യ, ചരിത്രരേഖകളുടെ തിരുശേഷിപ്പുകൾ വളരെ വിരളമായേ ഇവിടെയുള്ളൂ. അക്ഷരങ്ങളുടെ സ്മാരകശിലകൾ മാത്രമേ കോഴിക്കോടിന് പൈതൃകമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും തെറ്റില്ല. രാജഭരണകാലത്തും അതിനുശേഷവും രേവതി പട്ടത്താനം പോലുള്ള സാഹിത്യ സംവാദങ്ങൾ, കോലായ ചർച്ചകൾ, ഇവയൊക്കെ കോഴിക്കോട്ടുണ്ടായിരുന്നു എന്നത് കോഴിക്കോടിൻ്റെ സാഹിത്യ ഗരിമയുടെ നിദർശനങ്ങളാണ്. ലോകത്തുള്ള ഏത് എഴുത്തുകാരനും എഴുത്തുകാരിക്കും വരാനും സംവദിക്കാനും പറ്റുന്ന ഒരു ഇടമായി നമ്മൾ കോഴിക്കോടിനെ വികസിപ്പിക്കണം. അതിനു വേണ്ടുന്ന സാംസ്കാരിക അന്തരീക്ഷം വേണം, സാമൂഹിക അന്തരീക്ഷം വേണം, ഭൗതിക സാഹചര്യങ്ങൾ വേണം. ഇപ്പം ഈ സാഹിത്യം എന്ന് പറയുന്നത് എഴുത്ത് മാത്രമല്ലല്ലോ, ശില്പകല എന്നുള്ളത്, ചിത്രകല എന്നുള്ളത്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നിരന്തരം മലയാളികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവർക്കൊക്കെ തന്നെ ഒരിടം, ഇപ്പോൾ ടൗൺ ഹാളിൽ ഇവരുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളുടെ ഫോട്ടോ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് നമ്മൾക്ക് അർഹിക്കുന്ന വിധത്തിൽ ഇതൊക്കെ പ്രിസർവ് ചെയ്യാനും ഇതൊക്കെ ചർച്ച ചെയ്യാനും സർഗാത്മകതയുടെ ഒരു ലോകത്തിലേക്ക് പുതിയ തലമുറയെ നമുക്ക് കൊണ്ടുവരാനും അവസരം ഒരുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവസരം ഒരുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതൊരു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പുസ്തക ചന്ത കൊണ്ട് മാത്രം സാധ്യമല്ല. നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രം പറയുകയല്ല, പകരം നഗരത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കഥകളും കവിതകളും നാടകങ്ങളും സംഗീതവും എന്നുവേണ്ട എല്ലാതരം കലകളും കൊണ്ട് ആ നാടിൻ്റെ, നഗരത്തിൻ്റെ ആത്മാവിലേക്ക് വായനക്കാരെ, ആസ്വാദകരെ കൈപിടിച്ചുയർത്തുകയാണ് അവർ. അങ്ങനെ സാഹിത്യനഗര പദവിയിലേക്ക് നടന്നുകയറിയ ഒരു നഗരത്തിൻ്റെ കഥയാണ് ഇനി അങ്ങോട്ട് കോഴിക്കോടിന് പറയാനുള്ളത്. രണ്ടു ജ്ഞാനപീഠം നേടിയ എഴുത്തുകാർ മുതൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാർ ജീവിച്ചിരുന്ന, ഇപ്പോഴും ജീവിക്കുന്ന നഗരമാണ് കോഴിക്കോട്. അതിരാണിപ്പാടങ്ങളുടെ കഥാകാരനായ SK പൊറ്റക്കാട്ടും ഇമ്മിണി വലിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറും ഈ നഗരത്തിലായിരുന്നു ജീവിച്ചത്.
MT വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ ജീവിക്കുന്നതും ഇവിടെ തന്നെ. തൃക്കോട്ടൂർ പെരുമതീർത്ത UA ഖാദർ, തലമുറകളിലേക്ക് പുതുവഴി വെട്ടിയ NN കക്കാട്, ഇത് ഭൂമിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച KT മുഹമ്മദ്, അരങ്ങിൽ തീ പടർത്തിയ തിക്കോടിയൻ, PM താജ്, ഹാസ്യസാമ്രാട്ടായ സഞ്ജയൻ, മണ്ണിൽ വിളഞ്ഞ ജീവിതങ്ങൾ പകർത്തിയ P വത്സല, എഴുത്തിൻ്റെ സ്മാരകശിലകൾ തീർത്ത പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സുന്ദരികളെയും സുന്ദരന്മാരെയും മലയാള സാഹിത്യത്തിൽ കൊണ്ടുവന്ന ഉറൂബ്, P കേശവദേവ്, NP മുഹമ്മദ്, നിരൂപണാചാര്യൻ കുട്ടിക്കൃഷ്ണമാരാർ തുടങ്ങി സാഹിത്യത്തിലെ മാത്രമല്ല ചിത്രകലയിലും സിനിമ നാടകമേഖലയിലെ കലാകാരന്മാരുമടക്കം കോഴിക്കോടിൻ്റെ മണ്ണിനെ ധന്യമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ധന്യമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എഴുത്തിൻ്റെ കോഴിക്കോടൻ പെരുമ പറഞ്ഞാൽ തീരില്ല. ഈ മണ്ണിൽ പിറന്നവരെ മാത്രമല്ല ഇതര ദേശക്കാരെയും കോഴിക്കോട് ഹൃദയത്തോട് ചേർത്തിട്ടുണ്ട്. കോഴിക്കോട് ജനിച്ചു വളർന്ന എഴുത്തുകാരെന്ന് പറഞ്ഞാൽ 2-3 പേരെ ഉണ്ടായിട്ടുള്ളത്. അതിലൊരാൾ ജ്ഞാനപീഠം നേടിയ SK പൊറ്റക്കാടാണ്. പിന്നെ ഒരാൾ PA മുഹമ്മദ് കോയാണ്, സുൽത്താൻ പീഠൊക്കെ എഴുതിയിട്ടുള്ള PA മുഹമ്മദ് കോയാണ്. പിന്നെ P വത്സല. മറ്റുള്ളവരെല്ലാം ബഷീറും ഞാനും ഉൾപ്പെടെ എല്ലാ എഴുത്തുകാരും കോഴിക്കോടിന് പുറത്തു നിന്ന് വന്ന് താമസമാക്കിയവരാണ്. നമ്മളെ എന്തോ ഈ പിരിയാൻ വിടാത്ത കാമുകി എന്ന് P ഭാസ്കരൻ വിശേഷിപ്പിച്ച നഗരമാണിത്. അത്രയും നമ്മളോട് അടുപ്പം, എഴുത്തുകാരോടും കലാകാരന്മാരോടൊക്കെ അടുപ്പം കാണിച്ചിട്ടുള്ള സ്നേഹസമ്പന്നമായ ഈ നഗരം വിട്ടു പോകാൻ കഴിയാത്തത്ര അടുപ്പവും സ്നേഹവും വാത്സല്യവും തന്നിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പോറ്റമ്മയാണ്. വൈക്കത്തുകാരൻ ബഷീർ എല്ലാവർക്കും ബേപ്പൂർ സുൽത്താനാണ്. കൂടല്ലൂരുകാരൻ മാടത്തു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ MT എന്ന 2 അക്ഷരത്താൽ മലയാളികളെ അക്ഷരവിരുന്നൂട്ടി. കോഴിക്കോട് മിഠായിത്തെരുവിലെ PM താജ് റോഡിലൂടെ നടന്ന് SK പൊറ്റക്കാടിൻ്റെ പ്രതിമയ്ക്ക് മുൻപിലെത്തി. ഒരു തെരുവിൻ്റെ കഥയെഴുതിയ എഴുത്തുകാരൻ്റെ കഥാപ്രപഞ്ചം മിഠായിത്തെരുവിലെ ചുവരുകളിൽ കാണാം. ആ തെരുവിലിരുന്ന് ബാവുക്കയുടെ പാട്ടുകൾ ഗായകർ ആലപിക്കുന്നത് കാണുമ്പോൾ അവരെ ചേർത്തുപിടിക്കുന്ന കോഴിക്കോട്ടുകാരുടെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കോഴിക്കോടൻ ഹൽവയുടെ രുചിയറിഞ്ഞും മാനാഞ്ചിറയുടെ പുൽത്തകിടിയിലിരുന്ന് ഇന്നലെ വായിച്ച പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നവരെയും കണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലൂടെ നടന്ന് ടൗൺ ഹാളിനു മുൻപിലെത്തി. അരങ്ങിൽ പടർന്ന അഗ്നിയുടെ കനലുകൾ കെടാതെ സൂക്ഷിക്കുന്നുണ്ട് ഇന്നും അവിടെ. പിന്നെയും നടന്നു. കുതിരവട്ടം പപ്പു റോഡ്, SK പൊറ്റേക്കാട്ട് റോഡ്, അങ്ങനെ സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും പേരുകൊണ്ടുള്ള റോഡ് കോഴിക്കോട്ടങ്ങാടിയിൽ ധാരാളം. ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഈ എഴുത്തുകാർ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെന്ന് തോന്നും. അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തോന്നും. കോഴിക്കോട്ടെ ചിത്രകാരന്മാർ അതിൽ പലതും തെരുവുകളിലെ ചുവരുകളിൽ വരച്ചു ചേർത്തിട്ടുമുണ്ട്. അങ്ങനെ അവരോട് മിണ്ടിയും പറഞ്ഞും ഒടുക്കം ഈ സാഹിത്യവീഥി ചെന്നവസാനിച്ചത് പോർച്ചുഗലിലെ ബ്രാഗ നഗരത്തിൽ. അവിടെ വെച്ച് കോഴിക്കോട് സാഹിത്യനഗര പദവി ഏറ്റുവാങ്ങി. ഇപ്പോൾ സാഹിത്യ നഗരം എന്ന് പറയുന്നു. പണ്ടേ ഞങ്ങൾ കേട്ടു വളർന്നത് സത്യത്തിൻ്റെ നഗരം എന്നാണ്. MGS നാരായണൻ്റെ പുസ്തകത്തിൻ്റെ പേരെങ്ങനെയാണ്? കാലിക്കറ്റ്, ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്നാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് സ്വാതന്ത്ര്യത്തിൻ്റെ നഗരമാണെന്നാണ്. ദ സിറ്റി ഓഫ് ഫ്രീഡം. കോഴിക്കോട് നഗരത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം, അതിൻ്റെ സംസ്കാരത്തിൻ്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വാതന്ത്ര്യബോധമാണ്. അതിനൊരു ചരിത്രമുണ്ട്. എന്നുവെച്ചാൽ പാശ്ചാത്യർ ആദ്യം കാലുറപ്പിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട്ടാണ്. വാസ്കോ ഡി ഗാമ
പോർച്ചുഗീസുകാരൻ 1498. അപ്പോൾ അന്നേ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു പോരാട്ടം ഇവിടെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ സാമൂര്യമാരെന്ന് പറയും. 1500 തൊട്ട് 1600 വരെ ഏതാണ്ട് 100 കൊല്ലക്കാലം 4 കുഞ്ഞാലിമാർക്കാരുടെ സ്ഥാനപ്പേരാ. അവർ കടലിൽ ഈ വിദേശികളോട് പോരാടാണ്, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരോട്. അത് കഴിഞ്ഞിട്ട് ആധുനിക കാലത്ത് അതിപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലാണ് കാര്യമായിട്ട് വരുന്നത്. അത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് കോഴിക്കോട്ടാണ്. അതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ, KP കേശവൻ, അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. അദ്ദേഹം ലണ്ടനിൽ പോയി പരീക്ഷയൊക്കെ പാസ്സായി വക്കീൽ വിഭാഗമൊക്കെ പഠിച്ചു വന്നിട്ട് കോഴിക്കോട്ടാണ്. അപ്പോൾ 1-ാം ലോകമഹായുദ്ധം 1914 തൊട്ട് 1918 വരെ, അതിലേക്ക് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് കലക്ടർ ഒരു യോഗം വിളിച്ചു. 1916 അന്ന് 1-ാം ലോകമഹായുദ്ധകാലത്ത് കോൺഗ്രസ് ബ്രിട്ടീഷുകാരുടെ കൂടെയാണ്, യുദ്ധത്തിൽ അനുകൂലമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരനാണ് കേശവമേനോൻ. അപ്പോൾ കലക്ടർ വിളിച്ച യോഗത്തിൽ അദ്ദേഹം സംസാരിക്കാൻ എണീറ്റും അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കാൻ പോയപ്പോൾ കലക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. അപ്പോൾ കേശവൻ പറഞ്ഞു, ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഞാൻ എൻ്റെ നാട്ടുകാരോട് മലയാളത്തിലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകൾ ഇറങ്ങിപ്പോയി കോഴിക്കോട് ടൗൺ ഹാളിൽ. അപ്പോൾ അതാണ് എൻ്റെ കണക്കിന് കേരളത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അത് കോഴിക്കോട്ടാണ് തുടങ്ങിയത്. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കോഴിക്കോട്ടാണ്. അവർ ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനല്ല. കേശവനും പാലക്കാട്ടുകാരനാണ്, K. കേളപ്പൻ കൊയിലാണ്ടിക്കാരനാണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ കൊടുങ്ങല്ലൂർക്കാരനാണ്, മൊയ്തു മൗലവി പൊന്നാനിക്കാരനാണ്. അവരൊക്കെ ഇവിടെ വരും. ഇവിടെയാണൊക്കെ കോഴിക്കോടാണ് അതിൻ്റെയൊക്കെ കേന്ദ്രം. 1920 ഗാന്ധി കോഴിക്കോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് ഗാന്ധി കേരളത്തിൽ വരുന്നത് അങ്ങനെയാണ്. 1920 അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി 20,000 ആൾ അന്ന് തടിച്ചു കൂടിയിരുന്നു എന്നാണ് ഞാൻ പുസ്തകങ്ങൾ വായിച്ചത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് കോഴിക്കോട് ടൗൺ ഹാൾ. തിരുവനന്തപുരത്തെ VJT ഹാൾ അവരുണ്ടാക്കിയതാണ്. രണ്ടും ഉണ്ടാക്കിയത് എങ്ങനെയാണ്? വിക്ടോറിയ ജൂബിലി മെമ്മോറിയൽ എന്നാണ്, VJT ഹാൾ എന്നാണ് എന്നെ പറയാം. കോഴിക്കോട്ട് ആരും ആ പേരേ പറഞ്ഞിട്ടില്ല. കോഴിക്കോട്ട് എന്ത് പറഞ്ഞു? ടൗൺ ഹാൾ എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് അത് എപ്പോഴും VJT ഹാൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് അയ്യങ്കാളി ഹാളാണ്. അപ്പോൾ കോഴിക്കോട്ട് സാധാരണക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പല സ്ഥലത്തും റോഡിന് പേരിടും. എന്താ പേരിടുന്നത്? മഹാത്മാഗാന്ധിയുടെ പേരിടും. അതൊക്കെ ചുരുക്കി MG റോഡ് എന്ന് പറയും. അതിപ്പോൾ എറണാകുളത്താണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും എല്ലായിടത്തും അതാ സ്ഥിതി. കോഴിക്കോട്ട് എന്താ വെച്ചാൽ ഗാന്ധി റോഡാണ്. എന്താ കാരണം? 1920 ഗാന്ധി അതിലെ നടന്നു പോയപ്പോൾ നാട്ടുകാരിട്ട പേരാണ് ഗാന്ധി റോഡെന്ന്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രധാനപ്പെട്ട എല്ലാ ചലനങ്ങളും ആരംഭിക്കുന്നതും അത് ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്നതും കോഴിക്കോട്ടുകാരാണ്. ഞാൻ ഒരു ചെറിയ തെളിവൂടി പറയാം. 1925 മാർച്ച് 10-ാം തീയതി വൈക്കത്തെ ബോട്ടിയെട്ടിയിൽ വരികയാണ് ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ. അന്ന് 9-ാം ക്ലാസ് പഠിക്കുകയാണ് ബഷീർ. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ വലത്തെ തോളിൽ തൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ബഷീർ പോയത് ഗാന്ധിയെ തെരഞ്ഞല്ല, കോഴിക്കോട്ടേക്കാണ് വന്നത്. കള്ളവണ്ടി കയറി കോഴിക്കോട് വന്ന് മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ അല്ലമീൻ ലോഡ്ജിൽ ചെന്ന് പിറ്റേന്ന് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് കുറുക്കി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിലിൽ പോവാണ്. അപ്പോൾ അതാണ് കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര. എന്താണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യബോധമാണ് എന്ന് ഞാൻ പറയും. ചില വഴികൾ അങ്ങനെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവർ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ വരും തലമുറയെ അവർ നടത്തിക്കൊണ്ടുപോയേക്കും. ആ വഴികളിൽ ഇന്നലകളുടെ ചരിത്രവും സംസ്കാരവും രേഖപ്പെട്ടു കിടക്കുന്നതു കാണാം. നാടിൻ്റെ സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ ചരിത്രം വേണ്ടവിധം അവർ അവരുടെ സൃഷ്ടികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. കോഴിക്കോടിൻ്റെ സാഹിത്യ നഗര പദവിയുടെ 2 ആധാര സ്ഥാപനങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നത് കോഴിക്കോട് 100 വർഷമായി 101 വർഷമായി പ്രവർത്തിക്കുന്ന മാതൃഭൂമി പത്രം, അതുപോലെ ആകാശവാണി എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം. അത് സർക്കാരിൻ്റെ കീഴിലാണെങ്കിലും ഈ 2 സ്ഥാപനങ്ങളാണ് കോഴിക്കോട്ടെ എഴുത്തുകാരുടെ, സർഗജീവികളുടെ പ്രധാന താവളങ്ങൾ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സാഹിത്യനഗരം പദവി ലഭിക്കുമ്പോൾ ഭാവിയിൽ ഇവിടെ വന്നു ചേരുന്ന വിദേശികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഇതര ഇന്ത്യക്കാർ അവരെല്ലാവരും എന്താണ് കാണാൻ പോകുന്നത്, അവർക്ക് സന്ദർശിക്കുവാനുള്ള ഇടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഈ പദവി കിട്ടിയിരിക്കുന്ന ഈ വേളയിൽ കൃത്യമായ ധാരണ ആവശ്യമുണ്ട്. സാഹിത്യനഗര പദവി തുടർന്നും നമ്മുടെ കോഴിക്കോടിന് വേണമോ എന്ന് തീരുമാനിക്കുന്നൊരു ഘട്ടം വരും. ആ ഘട്ടത്തിലേക്ക് ഈ വരുന്ന കാലയളവിൽ നമുക്ക് എന്തെല്ലാം സമഗ്രമായി
ചെയ്യുവാൻ സാധിക്കുമെന്ന് ഇപ്പോഴേ ആലോചിക്കേണ്ടതുണ്ട്. മൺമറഞ്ഞു പോയ മഹാന്മാരായ എഴുത്തുകാരുടെ ശില്പങ്ങൾ മാത്രമല്ല, അവരുടെ സർഗജീവിതത്തെപ്പറ്റി സമഗ്രമായ ഒരു ധാരണ ലഭിക്കാൻ ഉതകുന്ന ഒരു വിശാലമായ മ്യൂസിയം, അതുപോലെ മലയാളത്തിൻ്റെ എല്ലാ ശാശ്വത പ്രകാശങ്ങളെയും ഇവിടെ സ്ഥാപിക്കുവാനും കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും വരുംകാലത്തെ മനുഷ്യർക്കുമായിട്ട് അതിനെ ഏകോപിപ്പിക്കുവാനുള്ളൊരു സംവിധാനം ആവശ്യമുണ്ട്. നിരവധിയായിട്ടുള്ള പ്രസാധന സംരംഭങ്ങൾ, അവയിലൂടെ അച്ചടിച്ച് പുറത്തു വരുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, ശക്തമായ ഒരു പ്രസ് ക്ലബ്ബ്, ഇങ്ങനെ ഒട്ടനേകം വ്യത്യസ്തങ്ങളായിട്ടുള്ള സർഗാത്മകവും വൈജ്ഞാനികവുമായിട്ടുള്ള ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മ കൂടി ചേർന്നിട്ടാണ്, അതുപോലെ എത്രയോ കാലത്തെ പാരമ്പര്യമുള്ള നാടകത്തെയും ഇതര കലകളെയും സാഹിത്യം പോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചു പോന്നിട്ടുള്ള ഗംഭീരങ്ങളായിട്ടുള്ള നാട്ടുവായനശാലകൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ സാഹിത്യ നഗരത്തിന് ഈ പദവി ലഭിക്കുവാൻ അർഹമാക്കിയത് എന്ന് ഞാൻ കരുതുന്നു. ഇവയുടെ എല്ലാം ഒരു ഏകോപനം, അവയുടെ പ്രവർത്തനങ്ങൾക്കും അവയുടെ ഭാവി ജീവിതത്തിനും വേണ്ടുന്ന ഒരു ഏകോപനം കൂടി വരുന്ന കാലയളവിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ പദവി നമുക്ക് 4 വർഷത്തേക്ക് മാത്രമല്ല അനന്തകാലത്തേക്ക് നിലനിർത്താൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. മലയാളത്തിൽ എടുത്തുപറയാവുന്ന പ്രസിദ്ധീകരണങ്ങളും പ്രസാധകരും പത്രങ്ങളും ഈ മണ്ണിൽ നിന്നു തന്നെയാണ് ഉയർത്തത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തുടങ്ങിയ അൽ അമീൻ പത്രം, മുസ്ലിം ലീഗിന്റെ മുഖപത്രമായി തലശ്ശേരിയിൽ തുടങ്ങിയ ചന്ദ്രികയും പിന്നീട് കോഴിക്കോട്ടേക്കു മാറി. 1942 തുടങ്ങിയ ദേശാഭിമാനിയും 4 വർഷത്തിനുശേഷം ദിനപത്രമായി മാറി. എഴുത്തുകാരെയും പ്രസാധകരെയും പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് കോഴിക്കോട്ടെ വായനക്കാരും. കോഴിക്കോട് നഗരത്തിൽ മാത്രം 600ഓളം ലൈബ്രറികളുണ്ട്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇവയെല്ലാം പരിഗണിച്ച് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട് നഗരം ഇനി യുനെസ്കോയുടെ പൈതൃക നഗരങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കും. ഞാൻ കോഴിക്കോട് വരുന്നത് 80കളിലാണ്. ലീഗ് ടൈംസ് പത്രത്തിൻ്റെ പത്രാധിപ സമിതിയിൽ ഒരാളായിട്ടാണ് ഞാൻ കോഴിക്കോട് കൊച്ചിയിൽ നിന്നെത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. അദ്ദേഹവും എൻ്റെ പിതാവ് PA സൈനുദ്ദീനെയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരായി ജീവിച്ചവരാണ്. ആ ഒരു ബന്ധം, അവരൊന്നിച്ച് ഒരു പത്രവും നടത്തിയിരുന്ന ആ കാലത്ത് 30കളിലാണ്. NBSൻ്റെ പാളയത്തുള്ള ഓഫീസിൽ ശ്രീധരൻ ആണ് മാനേജർ. ഇന്ന് അദ്ദേഹവും ഇല്ല. അവിടെ ഞങ്ങളെല്ലാം കൂടും, പത്രപ്രവർത്തകരും കൂടും, എഴുത്തുകാരും കൂടും. എല്ലാവരും കൂടി സൊറകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചായ കുടിച്ച് പിരിയുന്ന സായാഹ്നങ്ങൾ വളരെ ഹൃദ്യമായിരുന്നു. അത് എപ്പോഴും ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെ മിഠായി തെരുവിലാണെങ്കിലും അവിടെയും കെ കൊടുങ്ങല്ലൂരും ഒക്കെ ഉണ്ടാവും. അവിടെ ഷെൽവിയുടെ മൽബറി അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആര്യഭവൻ ഹോട്ടൽ, അവിടെ നിന്ന് ഒരു ചായ കുടിച്ച് കുറച്ച് സംസാരിച്ച് പിരിയുന്ന ഒരു സായാഹ്നങ്ങൾ. അത് ഏറ്റവും വളരെ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അവരുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. ഉരു നിർമ്മാണത്തിന് പേരുകേട്ട ബേപ്പൂർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ തുറമുഖങ്ങളിലൊന്നാണ്. തടി വ്യാപാരത്തിൻ്റെ കേന്ദ്രമായ കല്ലായി, പുരാതന ആയോധനകലയായ കളരി സംഘങ്ങൾ, ഇവയൊക്കെ ഇപ്പോഴും സജീവമായി ഇവിടെയുണ്ട്. ഒരു കാലത്ത് സാമൂതിരിയുടെ സായുധ സേനയുടെ കീഴിലായിരുന്ന, ഇന്ന് തിരക്കേറിയ പച്ചക്കറി മാർക്കറ്റായി മാറിയ പാളയം, പഴശ്ശിരാജ മ്യൂസിയം എല്ലാം കോഴിക്കോടിൻ്റെ ചരിത്രമുദ്രകളാണ്. സാഹിത്യത്തോടൊപ്പം മലയാള സിനിമാ ലോകം കോഴിക്കോടിനെ അടയാളപ്പെടുത്തിയത് വലിയങ്ങാടിയിലൂടെയാണ്.
IV ശശിയെപ്പോലുള്ള സംവിധായകരും T ദാമോദരനെപ്പോലുള്ള എഴുത്തുകാരും സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് പശ്ചാത്തലമായത് ഭൂരിഭാഗവും വലിയങ്ങാടിയാണ്. കോഴിക്കോടിൻ്റെ സാഹിത്യ പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. മലയാളവും അറബി മലയാളവും ആംഗലേയ ഭാഷയുമടങ്ങുന്ന സാഹിത്യ സാംസ്കാരിക പാരമ്പര്യം കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേച്ചർ നഗരമാക്കി മാറ്റി. പുസ്തകമാണ് കോഴിക്കോടിനെ എല്ലാം. സാഹിത്യപ്രേമികളുടെ പറുദീസ. കോഴിക്കോടൻ സാഹിത്യത്തിൽ അറബി മലയാളത്തിൻ്റെ പങ്ക് വിസ്മരിക്കാനാവാത്തതാണ്. തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. മുഹീദ്ദീൻ മാല രചിച്ച ഖാലി മുഹമ്മദിന്റെ നാടുകൂടിയാണ് കോഴിക്കോട്. മലയാളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള അറബി മലയാള കൃതി മൊഹിദ്ദീൻ മാലയാണ്. മൊഹിദ്ദീൻ മാലയ്ക്ക് മുമ്പും തീർച്ചയായിട്ടും അറബി മലയാള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം മൊഹിദ്ദീൻ മാലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത്തരത്തിൽ പക്വതയാർന്ന അറബി മലയാളമാണ് എന്ന് പല ഗവേഷകരും നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ കൃതി എഴുതിയത് കോഴിക്കോട്ടുകാരനായ ഖാലി മുഹമ്മദാണ്. കൃതിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന്റെ കാലഘട്ടം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിങ്ങനെയാണ്: കൊല്ലം 782 ഞാൻ കോത്തനി മാലയെ 155 മേൽ മുത്തും മാണിക്യവും ഒന്നായി കോർത്ത പോൽ മൊഹിദ്ദീൻ മാലയെ കോർത്തു ഞാൻ ലോകരെ. അതുപോലെ തന്നെ രചയിതാവിനെ കുറിച്ചും ഈ കൃതിക്കുള്ളിൽ തന്നെ സൂചനയുണ്ട്. അതിങ്ങനെയാണ്: ഖാലി മുഹമ്മദ് എന്നു പേരുള്ളവർ കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നവർ എന്നാണ് ഇതിൻ്റെ രചയിതാവിനെ കുറിച്ച് ഈ കൃതിയിൽ പറയുന്നത്. 500-ലധികം ലൈബ്രറികൾ, 300-ലേറെ പ്രസാധകർ, മീഡിയ സ്പേസുകൾ എന്നിവയ്ക്ക് പുറമെ നിരവധി സാഹിത്യ സംഗമങ്ങളും കലാകൂട്ടങ്ങളും കോഴിക്കോടിൻ്റെ സാഹിത്യ ഭൂമികയെ വേറിട്ടതാക്കുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്, മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് തുടങ്ങിയ നിരവധി സാഹിത്യോത്സവങ്ങൾ കോഴിക്കോടിൻ്റെ സാഹിത്യ കമ്പോളത്തെ ലോകശ്രദ്ധയിൽ അടയാളപ്പെടുത്തി. സംഗീതം കൊണ്ട് വിസ്മയിപ്പിച്ച നാടാണ് കോഴിക്കോട്. കടലോരങ്ങളിൽ ഹിന്ദുസ്ഥാനിയും ഗസലുകളും അലയടിക്കുമ്പോൾ മറുപുറത്ത് കർണാട്ടിക് സംഗീതവും കഥകളിപ്പദങ്ങളും മാപ്പിളപ്പാട്ടുകളും സിനിമാ ഗാനങ്ങളും കോഴിക്കോടിനെ ശ്രുതിമധുരമാക്കുന്നുണ്ട്. ഹാർമോണിയവും തബലയും ഇടകലർന്ന തട്ടിൻപുറങ്ങൾ തന്നെയാവണം കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും ബാബുരാജിനെയും തുടർന്നിങ്ങോട്ടുള്ള സംഗീതജ്ഞരെയും വാർത്തെടുത്തിട്ടുണ്ടാവുക. വിപ്ലവാക്ഷരങ്ങളുടെ നായകന്റെയും സൂര്യകിരീടമണിഞ്ഞ പാട്ടുകാരൻ്റെയും കോഴിക്കോട്. നുണഞ്ഞാൽ തീരാത്ത അക്ഷരമധുരത്തിൻ്റെ സംഗീതമധുരത്തിൻ്റെ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ മറ്റൊരാകർഷണം ഭക്ഷണമാണ്. കോഴിക്കോടൻ ബിരിയാണിയും സുലൈമാനിയും വിശ്വവിഖ്യാതമാണല്ലോ. രാത്രിയിലും പകലുപോലെ സന്ദർശകർ വന്നിരിക്കുന്ന ബീച്ചും അവിടുത്തെ തട്ടുകടകളും കോഴിക്കോടിൻ്റേതു മാത്രമായ വിഭവങ്ങളും അനുഭവിച്ചറിയാത്തവർ ആരും തന്നെയില്ല. പാചകവും കലയായി കൊണ്ടു നടക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ. പാരമ്പര്യത്തിൻ്റെ സൂക്ഷിപ്പുകൾ കുറഞ്ഞ ഇടമാണ് കോഴിക്കോട്. എങ്കിലും 1000 വർഷം പഴക്കമുള്ള കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളി, തളിക്ഷേത്രം ഇവയൊക്കെ കോഴിക്കോടിൻ്റെ സാഹിത്യ സാംസ്കാരിക വ്യതിരിക്തത വെളിവാക്കുന്ന ഇടങ്ങളാണ്. സൗഹൃദങ്ങളുടെ സാമ്രാജ്യമായ അളകാപുരി ഇന്നും കോഴിക്കോടിൻ്റെ കലാസാഹിത്യ നായകരുടെ വിഹാരകേന്ദ്രമാണ്. എന്നാൽ കലയും സാഹിത്യവും പോലെ തന്നെ കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഫുട്ബോളും. ഫുട്ബോളിൻ്റെ രണ്ടാമത്തെ മെക്ക എന്നാണ് കോഴിക്കോട് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. മാനാഞ്ചിറയും കോർപ്പറേഷൻ സ്റ്റേഡിയവുമൊക്കെ അസംഖ്യം അന്തർദേശീയ ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയായിട്ടുമുണ്ട്.
പടയോട്ടങ്ങളുടെയും പാചകകലകളുടെയും കഥ പറയുന്ന കോഴിക്കോട് നഗരത്തിൻ്റെ ചരിത്രത്തിൽ അറബികളും യൂറോപ്യരും കപ്പൽ കയറി വരുന്നത് കാണാം. സുഗന്ധം വിളയുന്ന ഭാഷകളിലാണ് അവർ കോഴിക്കോടിനെ വിവരിക്കുന്നത്. അധിനിവേശത്തിൻ്റെ അതിതീക്ഷ്ണ കാലത്തോട് കലഹിച്ചു പാട്ടുപാടിയും കഥകളെഴുതിയും പോരാടിയ മനുഷ്യരിൽ നിന്നുകൂടി ആരംഭിക്കുന്നതാണ് കോഴിക്കോടിൻ്റെ സാഹിത്യ വ്യവഹാരം എന്നതാണ് യാഥാർത്ഥ്യം. ലോകം ഉറ്റുനോക്കുന്ന നഗരമാണിനി കോഴിക്കോട്. ലോകത്തിന് നമ്മളിലേക്കും നമ്മൾ ലോകത്തേക്കും പ്രവഹിക്കാനുള്ള ചാനലുകൾ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. അന്വേഷണ കുതുകികൾക്കും ജ്ഞാനദാഹികൾക്കുമുള്ള വിഭവങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു കോഴിക്കോട്. കേരളത്തിൻ്റെ സാഹിത്യ ചരിത്ര പാരമ്പര്യത്തിലേക്കുള്ള കിളിവാതിലായി കോഴിക്കോട് മാറേണ്ടതുണ്ട്. അതിനാൽ സാഹിത്യനഗരം പദവി ചെറുതല്ലാത്ത ബാധ്യതയാണ്, വലിയ സാധ്യതകളുടെ ഭൂമികയാണ്. അതുകൊണ്ട് തന്നെ പുതിയ എഴുത്തുകാരും ഈ മധുര നഗരത്തെ അക്ഷര കലാമാധുര്യത്താൽ ഇനിയും നിറയ്ക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.